ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പൊതുവേദിയിലടക്കം ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും അതുപോലെ തന്നെ ലൈംഗിക ചൊവ്വയുടെയുമുള്ള സംസാരങ്ങളിലൂടെയും തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിച്ച് ഹണി റോസ് ഇന്നലെ രാവിലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വളരെ മെച്ചമായ രീതിയിലുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ ലൈംഗിക ചൊവ്വയിലുള്ള മെസ്സേജുകളും എല്ലാം കൊണ്ട് ഒരുപാട് പേർ വളരെ വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കുന്നത് നാം കണ്ടു. അതിനുശേഷം ഏകദേശം വൈകുന്നേരം 6 മണിയോടുകൂടി ഈ നടി തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തി അത്തരം പേർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പരാതി സമർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഏകദേശം 30ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം 5 പേരോളം ഇപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പരാമർശിച്ച ആ ബിസിനസ് വ്യക്തിക്കെതിരെ ഇപ്പോൾ നടി യാതൊരു നടപടിയും എടുത്തിട്ടില്ല. എന്നാൽ ഇനിയും അത്തരം പരാമർശങ്ങളും അതുപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ തുടരുകയാണെങ്കിൽ തീർച്ചയായും താൻ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നടി ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരം നടപടികളിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യത്തിൽ ഏതാനും പ്രധാനപ്പെട്ട ചില മർമ്മപ്രധാനമായ ചില വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ആദ്യമായി അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ആ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ കുന്തി ദേവിയോട് ഉപമിച്ച ആ ഇന്റർവ്യൂവിലെ ഏതാനും ചില ഭാഗങ്ങൾ ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക്. പിന്നെ ഞാൻ വേറെ ഇടയ്ക്കൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണെന്ന്. ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാനൊരു ജെമിനിയാണ്, മനസ്സിലായില്ലേ? ജെമിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർ ഇതിന്റെ ജെമിനി എന്ന് പറഞ്ഞ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡ് വേറെ, നാളത്തെ മൂഡ് വേറെ ആയിരിക്കും. ഓരോ ദിവസം ഡിഫറെന്റ് വ്യക്തിയായിരിക്കും. എപ്പോഴും 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കാം. കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ എടുക്കാം. അല്ല ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം. ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അവരൊക്കെ സന്തോഷിക്കണം. കുന്തി ദേവിയുടെ സ്റ്റോറി ഒന്നും ആർക്കും അറിയത്തില്ലല്ലോ, പെട്ടെന്ന് പറയുമ്പോ ആൾക്കാർക്ക് പണ്ടത്തെ മറ്റേ ഇത് കേട്ടിട്ടില്ലേ, കുന്തി ദേവി അറിയുന്നത് കുറച്ചു പേർക്ക് ഇത് മാത്രമേ അറിയുള്ളൂ. പണ്ട് കേട്ടിട്ടുണ്ട് കുന്തി ദേവി കിണ്ടി കഴുകിയപ്പോ കുണ്ടിനകത്ത് വീണു, ഇങ്ങനത്തെ ഒരു വേർഡ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഞാനായിട്ട്. സ്റ്റോറി ഒന്നും കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കുണ്ടിനകത്ത് വീണു. എവിടെ? കുണ്ടിനകത്ത്. സ്പീഡിൽ പറയാൻ പറ്റും 5 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു കാണും. ആ ബിസിനസ് വ്യക്തി ആരെന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുന്നത് കുന്തി ദേവിയുടെ എന്തോ ഒന്ന് കൂടുതലാണ് എന്നതിലാണോ ഈ പ്രശ്നം എന്നൊക്കെ വളരെ ആക്ഷനിലൂടെ തന്നെ അദ്ദേഹം പൊതുജന മധ്യേ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തീർച്ചയായിട്ടും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്ന് ഇത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെ പോകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് നടി തന്നെ വ്യക്തമാക്കിയതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് കൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായി തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രസ്സിന്റെ കളറിനനുസരിച്ചിട്ട് ഇതിന്റെ സ്റ്റോണുകളൊക്കെ റൂബി ഇതൊക്കെ കളർ നമുക്ക് മാറ്റിയിടാവുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ്. വെരി 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 ന്യൂ കളക്ഷൻ. രണ്ട് അസെറ്റാണ്, ഇതൊരു അസെറ്റാണ്, ഇത് അതിൽ കൂടിയ അസെറ്റാണ്. പറയുന്നത് ഇതൊരു അസറ്റാണ്, ഇത് അതിലും വലിയ ഒരു അസറ്റാണ് എന്നൊക്കെ വളരെ പബ്ലിക്കായിട്ട് ആ നടിയുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്.
അത് തന്നെയാണ് ആ നടി ഉദ്ദേശിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് വെച്ച് പൊതുജന മധ്യത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നടി എന്നല്ലേ പറഞ്ഞത്, ഞാൻ വെടി എന്നൊന്നുമല്ലല്ലോ പറഞ്ഞത് എന്ന് പബ്ലിക്കായിട്ട് തന്നെ ആ നടിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ മോശമായ രീതിയിൽ പറയുന്ന മറ്റൊരു രംഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഈ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്ന ശരിയാണോ? അങ്ങനെ രീതിയിൽ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടിക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ഏതായാലും നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇതുകൊണ്ട് ഒക്കെ തന്നെയാണ് ആ നടി നിവൃത്തികേട് കൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിയമ നടപടി ഒന്നും തന്നെ ഈ നടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇതിൽ ബലിയാടായത് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ വീഡിയോയിൻ്റെയും താഴെ പോയി ചില വൃത്തികെട്ട കമൻറ്റുകളും അതുപോലെ തന്നെ മെസ്സേജും അയക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്നും യൂട്യൂബിൽ സജീവമാണ്. അത്തരക്കാർക്ക് ഏതായാലും മുട്ടൻ പണി കിട്ടി എന്ന് വേണം തന്നെ പറയാൻ. ഏകദേശം 30ഓളം ആൾക്കാർക്കെതിരെയാണ് ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഏകദേശം 5 പേരോളം ഇന്ന് രാവിലെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ഏകദേശം 25 ആളോളം ഏകദേശം ഇന്നും നാളെയുമായി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് കമ്മീഷണർ തന്നെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് എല്ലാം തന്നെ ഒരു പാഠമാണ്. എല്ലാ വീഡിയോക്കും താഴെ പോയി അശ്ലീല കമൻറ്റുകൾ എഴുതുന്ന ഒരുപാട് ഒറിജിനൽ ഐഡിക്കാരും അതുപോലെ തന്നെ ഫേക്ക് ഐഡിക്കാരും ഇന്ന് ധാരാളമായി വിലസി നടക്കുന്ന ഒരു രംഗമായി യൂട്യൂബ് മാറിയിട്ടുണ്ട്. അത്തരക്കാർക്ക് ഒരു ജാഗ്രത എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇതൊരു പാഠമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ അവർക്ക് കേസുമായി നല്ല രീതിയിൽ ജയിലിൽ പോയി കിടക്കാം എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോവുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.